കോൺഗ്രസിൽ പൊട്ടിത്തെറി. നെയ്യാറ്റിൻകരയിൽ എൻ ശക്തനെ തഴഞ്ഞ് കോൺഗ്രസ്. ശക്തനെ പരിഗണിക്കില്ലെന്ന് നേതൃത്വം അറിയിച്ചു. റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ശക്തൻ. തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തനിക്കും വേണ്ടെന്ന് നിലപാടിലുറച്ച് ശക്തൻ. മുൻ മന്ത്രിയും DCC പ്രസിഡന്റുമായ എൻ ശക്തനെ ഒഴിവാക്കിയ സ്ഥിതിക്ക് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള അഡ്വക്കേറ്റ് SP സജിൻലാലിന് 99% സാധ്യതയേറി. KSP പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ പ്രവേശനം നേടിയ സജിൻലാൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 3 തവണ നെയ്യാറ്റിൻകര കൗൺസിൽ അംഗമാകുകയും 1 തവണ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആകുകയും ചെയ്തു. വേറെ 1 തവണ ജയിച്ചു വന്നെങ്കിലും 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ച ഇദ്ദേഹത്തിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത്. 2 തവണയും വൻ ഭൂരിപക്ഷത്തോടെ മത്സരിച്ച് വിജയിച്ച സർവസമ്മതനായ K ആൻസലൻ MLA മത്സരിച്ച് വിജയിക്കുക എന്നത് സജിൻലാലിനെ സംബന്ധിച്ച് ഒരു ബാലികേറ മല തന്നെയാണ്. എന്തായാലും എൻ ശക്തനും കോൺഗ്രസ് സ്ഥാനമാനങ്ങൾ വലിച്ചെറിഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കാനും രംഗത്തുണ്ട്. കൂടാതെ കരിങ്കുളം ജില്ലാ പഞ്ചായത്ത് അംഗം ഫ്രീഡ സൈമന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം.